ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പഴം ഉടച്ച റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ചെറുപഴം കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മധുരമാണ് കേട്ടോ ഇത്. ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുരം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ പഴം ഉടച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിനൊരു കൂട്ട് തയ്യാറാക്കണം. ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള നട്ട്സ് ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു 4-5 ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഒരുപാട് ഇങ്ങനെ നല്ല കളറൊക്കെ കയറി അങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂണ് നാളികേരം ചിരകിയതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം നാളികേരം എടുക്കാൻ. ഞാനിപ്പോൾ ഒരു 10-15 ചെറിയ പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണം വെച്ചാൽ അതിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന കാരണം ഞാനൊരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പഴം അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 3 ഏലക്കായ പൊടിച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കണേ. ചതച്ചതാണ് കേട്ടോ, ഏലക്കായ പൊടിച്ചതല്ല. ഞാൻ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഈ തേങ്ങാക്കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിതാ ഒരു ബൗളിലേക്ക് ഒരു 15 ചെറിയ പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാളികേരപ്പാലാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് നാളികേരപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറേശ്ശായിട്ട് ഇത് അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ സ്പൂൺ വെച്ചിട്ട് ഇത് അതുപോലെ ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കണം. ഈ നാളികേരത്തിൻ്റെ ഈ കൂട്ടും ഈ പഴവും ഈ നാളികേരപ്പാലും എല്ലാം കൂടി ഒന്ന് നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കണം. ഞാനിതാ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിത് ലാസ്റ്റ് ഞാൻ പറയാം എത്ര നാളികേരപ്പാൽ എനിക്ക് വേണ്ടി വന്നു എന്ന് ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നന്നായി മിക്സാക്കി കൊടുക്കുക. ഞാനിതാ ഒന്നുകൂടി നന്നായി മിക്സാക്കി കൊടുക്കണുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു മധുരമാണിത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കൊടുക്കുന്നതാണ് കുറച്ചും കൂടി സ്വാദ് കേട്ടോ. തണുപ്പൊന്നും പറ്റാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ കൊടുക്കാം. ഞാനിതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.